ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSSുമായി ഒരാളും കൂട്ടുകൂടരുത്, അകറ്റി നിർത്തേണ്ട സംഘടന തന്നെയാണ്. അവരെ അകറ്റി നിർത്തുകയും അവരെ ഈ സമൂഹത്തിൽ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യണം എന്നുള്ള നിലപാടുള്ളവരാണ് ഞങ്ങൾ. RSS വളരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഇടപെടുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ. അത് തന്നെയാണ് ഞാൻ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നിലപാടും നടപടിയൊക്കെ സ്വീകരിക്കണമെങ്കിൽ അതിനകത്തൊരു അന്വേഷണവും അതിലൊരു കൃത്യതയും വ്യക്തതയും ഒക്കെ വരുത്തണം. അത് തന്നെയാ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഏതൊരു ഉദ്യോഗസ്ഥനെതിരെയും എന്തെങ്കിലും ഉദ്യോഗസ്ഥൻ പോയിട്ടുണ്ടെങ്കിലും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. മാധു, എപ്പോഴാണ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തത്? മാധു, ഈ ആരോപണങ്ങൾ വന്ന് തുടർച്ചയായി ഈ വിഷയത്തിന്റെ പിന്നാലെയൊക്കെ ഗവൺമെന്റും ഞങ്ങളെ പാർട്ടിയും ഒക്കെ ഉണ്ട്. ഏത് പോലീസോ ഉദ്യോഗസ്ഥന്മാരോ ചെയ്യുന്നുണ്ടെങ്കിൽ നടത്തിയത് സർക്കാർ അറിഞ്ഞത് PV അൻവർ പറഞ്ഞപ്പോഴാണോ? ഞാനതാ പറഞ്ഞത്. മാധവ്, ഈ സെൻകുമാറിനെ പറഞ്ഞ ഗവൺമെന്റ് അല്ലേ, കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കണ്ടു എന്ന് കരുതി നടപടിയെടുക്കാൻ ഇന്ത്യയിൽ അങ്ങനെ ഒരു നടപടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. അതിന്റെ കാര്യകാരണ ബന്ധങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം നടപടിയെടുക്കും. അത് മാധുവോ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയോ മറ്റാരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിയെടുക്കില്ല. കൃത്യമായും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെങ്കിൽ അതിനൊരു കൂടിക്കാഴ്ച നടത്തിയ പ്രശ്നമില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ പിന്നെ അന്വേഷണം എന്തിനാണ്? ഇനി അന്വേഷണം നടത്തുമല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ കൂടിക്കാഴ്ച മാത്രം അന്വേഷണം അല്ല മാധു, ഇതിനു വേണ്ടി മാത്രം അന്വേഷണം എന്നാ കരുതിയേ? അല്ല, ഞാൻ ഈ കാര്യം ചോദിച്ചത്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞോ? എന്ത്? അത് മാത്രമാണ് അന്വേഷണം? അല്ല, ഞാൻ ഈ കാര്യമാണ് വസീഫിനോട് മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥനെതിരെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോ അല്ല, മുഖ്യമന്ത്രി നിങ്ങളുടെ പ്രതിനിധികളുടെ മുമ്പിൽ വന്നിരുന്നതല്ലേ? നിങ്ങളുടെ പ്രതിനിധികളുടെ മുമ്പിൽ വളരെ വിശദമായി ദീർഘനേരം എടുത്ത് പറഞ്ഞതല്ലേ? എല്ലാ ആരോപണങ്ങളിലും ഞാൻ ചോദിക്കുന്നത് ഇതാണ് ശ്രീ വസീഫ്, എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് സർക്കാരിന് വിവരം കിട്ടിയത്? അപ്പൊ അന്വേഷണം ആരോപണങ്ങളിൽ എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പ്രത്യേക ആരോപണം എന്നൊന്നല്ല, എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കും. അതിന്റെ ഗൗരവം പരിശോധിക്കും. ഇപ്പൊ 8:25 അന്വേഷണം പ്രഖ്യാപിച്ച് പുറത്തു. അത് നല്ല തമാശയാണ്, കേൾക്കാൻ രസമുണ്ട്. പക്ഷേ 8:24 PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് പറയണം, എന്നാൽ 8:25 നിങ്ങൾ അന്വേഷിക്കൂ. അല്ലാതെ ഒരു വർഷക്കാലം മുമ്പ് ചങ്ങാത്ത കച്ചവടം നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം ഉപ്പിലിട്ട് വെച്ചിരുന്നു. അതെ, അല്ല നിങ്ങളും ഭയങ്കര ഇന്റലിജൻസ് സംവിധാനമല്ലേ? നിങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിരോധിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നും അല്ലല്ലോ. ഇന്റലിജൻസ് സംവിധാനമില്ലേ? കോൺഗ്രസിന് ഇന്റലിജൻസ് സംവിധാനമില്ലേ? കേന്ദ്രത്തിന് ഇന്റലിജൻസ് സംവിധാനമില്ലേ? മാധ്യമങ്ങൾക്ക് ഇന്റലിജൻസ് സംവിധാനമില്ലേ? എന്നിട്ട് ചോദിക്കുമ്പോ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനം എവിടെ പോയി? ഒരു നിരോധിച്ച ഞാൻ അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. മാധു, ഞാനും പറഞ്ഞോട്ടെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എന്താ, എന്നെ പറയാൻ അനുവദിക്ക്. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെന്റുള്ള സമയമാണിപ്പോ. ആ സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ആരെങ്കിലും പോയി കണ്ടു അത് എന്ന് കരുതി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ മാധു? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം ഒരു പരിശോധനയും കാര്യങ്ങളും ഇതിനൊരു മെറിറ്റ് ഒക്കെ ഉണ്ടാക്കണം. അതുണ്ടാവും.
അങ്ങനെ ഏതൊക്കെ ആരോപണങ്ങളാണോ ഉന്നയിച്ചത് ആ ആരോപണങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകും. ആ പരിശോധന നടത്തി ഗവൺമെന്റിന് പറ്റാത്ത തരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥരാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു തർക്കവും വേണ്ട, നടപടിയാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും. അപ്പോഴേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എന്റെ വളരെ